2023 നവംബറിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ച പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് പുണ്യസ്ഥലമായ രാമേശ്വരത്തേക്കുള്ള യാത്രക്കാരെ നിരാശരാക്കുന്നു. .065 കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം ഇനിയും 10% തീരാനുണ്ട്. 2019 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാമ്പൻ പാലത്തിന് തറക്കല്ലിട്ടത്. 2020 ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് നിർമ്മാണം നടത്തുന്നത്. 2023 നവംബറിന് ശേഷം പണി പൂർത്തിയാക്കുമെന്നാണ് റെയിൽ വികാസ് നിഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. കടലിനു കുറുകെ 100 സ്പാനുകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ വിസ്മയം സമുദ്രനിരപ്പിൽ നിന്ന് 12.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ റെയിൽ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം. പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഏകദേശം 72.5 മീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ലിഫ്റ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് സ്പാൻ പൂർണ്ണമായും ലംബമായി ഉയർത്തപ്പെടുന്നതിനാൽ കപ്പലുകൾക്ക് എളുപ്പത്തിൽ കടന്നുപോകാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യ തീവണ്ടിപ്പാതയാണിത്. പഴയ പാമ്പൻ പാലത്തിന് 109 വർഷത്തെ പഴക്കമുണ്ട്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. 1914 ബ്രിട്ടീഷുകാരാണ് രാമേശ്വരം ദ്വീപിനെ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലം നിർമ്മിച്ചത്. രാജ്യത്തെ 5 കടൽപ്പാലങ്ങളിൽ ഏറ്റവും നീളമേറിയതാണ് പാമ്പൻ പാലം.